ബ്രോ സ്പിരിച്വൽ പാത്തിൽ നിന്നും വഴിതെറ്റിപ്പോയാൽ തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. സ്പിരിച്വൽ പാത്തിൽ അതെന്താ അറിയാം, നമുക്ക് അതിനോടൊരു ഫയർ വേണം, ഫയർ. ഇപ്പോൾ ഫയർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യും. ഒന്നിൻ്റെ സ്പിരിച്വാലിറ്റി കണക്ട് ആക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക, എന്തെങ്കിലും ഒരു സംഭവം അതായിട്ട് നമ്മൾ ചെയ്തിരിക്കും. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബിസിയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഒരു സ്പിരിച്വൽ ജേണി നമുക്ക് പർസ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന് അത്രയും ഫയറുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സമയത്ത് അതിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അവയർനെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങൾ മെനക്കെട്ടിട്ടും നിങ്ങൾക്ക് സ്പിരിച്വൽ പാത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുക. കൺസൾട്ടേഷൻ എടുത്ത് കാരണം അത് ചുമ്മാ അറിയില്ല, നമുക്ക് അത്രയും നമ്മളിൽ ഒരു വിശ്വാസം മാത്രം എടുത്താൽ മതി. പക്ഷെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, ബ്ലോക്കേജുകൾ, ഒരുപാട് സംഭവങ്ങൾ വരാം. അപ്പം അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയാൽ മാത്രം ചില കേസുകൾ അങ്ങനെ സംഭവിച്ചില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറയുന്നതാണ്. അപ്പം അതുകൊണ്ടും ആവാം. അപ്പോൾ ഏതായാലും ഉചിതമായതെന്തോ അത് ചെയ്യുക.